ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളെവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴനിയാറുളയും പോകട്ടെ. അപ്പം എൻ്റെ മുഖമൊക്കെ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയും ജലദോഷവും ചുമയൊക്കെയാണ്. അതാണ് ഇങ്ങനെ വീർത്തിരിക്കണത്. അപ്പം ഞാൻ ചേട്ടനും കൂടെ പഴനിയാറുളയും പോയിക്കൊണ്ടിരിക്കണം. അവിടെ നല്ല ബീഫ് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ ഷോപ്പ് എത്തിക്കഴിഞ്ഞു. ആ പെട്ടിയിൽ ആ പോത്തിൻ്റെ തല വെച്ചിട്ടുണ്ട്. അതേ അവിടെ ഇരിക്കണ രണ്ട് കൊമ്പൊക്കെ ആയിട്ട്. പിന്നെ നല്ല അടിപൊളി ബീഫായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവർ അവിടെ ചെന്ന് എടുക്കുക കേട്ടോ. നല്ല ബീഫായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും പാടില്ലാതെ കൂടെ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സൂക്ഷിച്ച് വെട്ടി നല്ല പീസുകളായിട്ട് നോക്കി കൊണ്ടുവരും. അത് കാരണം കൊണ്ടാണ് ഞാൻ കൂടെ പോയത്. പിന്നെ ഞാൻ വന്നിട്ട് ഒരു ചുക്ക് കാപ്പി ഇട്ട് കുടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശക്കുള്ള റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. മൈദ ദോശയാണിത്. നല്ല അടിപൊളി ദോശയാണ്. നല്ല സോഫ്റ്റായിട്ട് എത്ര തിന്നാലും മതിയാവില്ല കേട്ടോ. നല്ല ദോശയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചില ദിവസം ഒരു സാധനങ്ങളും ഇല്ലെങ്കിൽ മൈദ മാത്രം ഒരു 2 മുട്ടയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പിള്ളേർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ കടയിൽ ചെന്ന് പൊറോട്ട കഴിക്കണതിനേക്കാളും ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ തന്നെ നേരിട്ടുണ്ടാക്കി കൊടുക്കണമല്ലേ. ഒരു മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത പിള്ളേർക്ക് നല്ല ഹെൽത്തിയാണ്. പിന്നെ പഞ്ചസാര ഇട്ടെന്ന് പറഞ്ഞാൽ മധുരമൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ റെഡ് കളർ കിട്ടാനും മൊരിഞ്ഞ് വരാനും കൂടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത് കേട്ടോ. നല്ല ദോശയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ നീറ്റായിട്ടുള്ളൊരു റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും ദോശയൊന്നും കഴിച്ചില്ല. എനിക്ക് ഒട്ടും വയ്യാത്ത കാരണം ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ആൾ പറഞ്ഞ് കുറച്ച് സഹായിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയെല്ലാം കൂടെ കുറച്ച് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം. ഈച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റണില്ല. എവിടെ ചെന്നാലും ഈച്ച. നമ്മളിപ്പോൾ ഫിനോയിലിട്ട് തുടച്ച് കഴിയുമ്പോഴത്തേന് അന്നേരം തന്നെ ഈച്ച. കൊതുകിനെ കൊണ്ട് നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈച്ച മഹാശല്യം. പിന്നെ ഞാൻ ഈ മല്ലിയിലയും പുതിനയൊക്കെ എടുത്ത് കാണിക്കുന്നത് എന്താണെന്നറിയോ? നല്ല റേറ്റ് ഉണ്ട് അതിനൊക്കെ കേട്ടോ. മല്ലിയില ആദ്യം എടുത്തത് 10 രൂപ, ഇപ്പുറത്തെ പുതിനയ്ക്ക് 10 രൂപ. ആദ്യം രണ്ടും കൂടെ 10 രൂപ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കച്ചവടക്കാർ ഓരോ സമയത്ത് ഓരോ സീസണല്ലേ. പക്ഷേ ആ സീസണിനനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കാരണം ഞങ്ങൾക്ക് ബുധനാഴ്ച ഒരു ചന്തയുണ്ട്. അപ്പോൾ ചന്തയ്ക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ഞാനൊരു ഫ്രിഡ്ജ് ടൂറ് പോലെ ഇടാം. പിന്നെ ഇത് നല്ല അടിപൊളി ബീഫാണ്. നല്ല ഒറിജിനൽ ബീഫ് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി നല്ല ചുമന്നിരിക്കും. നല്ല മെറൂൺ കളറായിട്ട് നല്ല ഇങ്ങനെ ചുമന്നിരിക്കും. മറ്റേത് പശുവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തിരിക്കും. വെളുത്തിരിക്കണ ഇറച്ചി നിങ്ങൾ മേടിക്കരുത്. ഈ ചുമന്ന ഇറച്ചി വേണം മേടിക്കാൻ. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ആവശ്യമുള്ള ഇറച്ചി ഞാൻ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മുളക് പൊടിയും വേപ്പിലയും ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു തക്കാളിൻ്റെ പകുതിയും കൂടെ ഇട്ടിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടാണ്. കാരണം ഒരു തക്കാളി ഇട്ടോ. ഞാൻ തക്കാളിക്ക് വില കൂടുതലാന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പകുതി ഇട്ടേ ഉള്ളൂ. പിന്നെ വാട്ടുമ്പോൾ ഞാൻ ആ പകുതിയും ഒരു തക്കാളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലർക്ക് തക്കാളി അങ്ങനെ ഇടുന്നത് ആ പുളിയും ഇഷ്ടമല്ല. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി കൂടുതൽ വാട്ടലും പിന്നെ തക്കാളി രസം അങ്ങനെ എല്ലാത്തിലും തക്കാളി ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് തക്കാളി ഞാൻ പകുതി ഒരു പച്ചമുളക്. പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ വളരെ എരിവ് കുറച്ചാട്ടോ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവൊക്കെ. പിന്നെ എനിക്ക് ചെറിയൊരു ചുമ വയ്യാത്ത കാരണം പിന്നെ ഇപ്പോൾ എരിവ് കുറച്ചായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു പകുതി തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് നിങ്ങൾ ഞാനിതൊരു 4 വിസിലിട്ടു കേട്ടോ. ഇത് എന്നിട്ട് ഓരോ ബീഫും ഓരോ തരം ഓരോ കുക്കറും ഓരോ കാര്യങ്ങളായിരിക്കും. ഇപ്പം നിങ്ങളുടെ കുക്കറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എത്ര വിസിലിട്ടാൽ നമ്മൾ എത്ര വേകുന്ന മട്ടനൊക്കെ നമ്മൾ വേവിച്ചെടുക്കൂലേ, ആ നിങ്ങൾക്ക് അറിയുമ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ അവൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അത് വറ്റിപ്പോകും. ഒന്നുമില്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റാതെ വാടി പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ചീത്തയായി പോകും. അപ്പോൾ കറിക്കുള്ള സവാള ഞാൻ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. 2.5 സവാളയെ ഞാൻ കറിക്കിട്ടുള്ളൂ. പിന്നെ ആദ്യം ഉള്ളി വേണ്ടാന്ന് വിചാരിച്ചു. ഉള്ളിയൊന്നുമില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ചില കറികൾ ചില സമയത്ത് ഈ നമ്മൾ ചില ഐറ്റംസില്ലേ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് വയ്ക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും. ചില സമയത്ത് വാരിക്കൂട്ടിയിട്ട് തള്ളിക്കൂട്ടി വയ്ക്കുമ്പോൾ അതൊരു അതിൻ്റെ കുത്തലൊന്നും പോവാതെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം എന്തോ പോലെ ഉണ്ടാവും. അത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ചേട്ടന് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറാണ് ഞങ്ങൾക്ക് വെക്കണത്. പക്ഷെ പുള്ളിക്ക്
അങ്ങനെ നെയ്ച്ചോറും ബിരിയാണിയോടും താല്പര്യമില്ല, ചോറും കറിയാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാനിത് പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, ഓരോന്നും ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടാലോ, അപ്പോൾ അത് കാരണം കൊണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഇട്ടേക്കണത് സവാളയും ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും 1.5 തക്കാളി ഇല്ലേ അതും കൂടെ നല്ലോണം മൂപ്പിച്ച് ഇങ്ങനെ സോഫ്റ്റായിട്ട് വാടണ വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇട്ടേക്കണത് പൊടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി 1 സ്പൂൺ ഇട്ടു, മല്ലിപ്പൊടി 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ ബീഫ് മസാല 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി 1.5 സ്പൂണും, പിന്നെ ലാസ്റ്റ് എല്ലാം വെന്ത് വന്ന് നമ്മൾ കുക്കറൊക്കെ തുറന്ന് കഴിയുമ്പോൾ ഗരം മസാലപ്പൊടി 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മൂപ്പിച്ച് വന്നത് നമ്മൾ ഇത് വെന്ത് എങ്ങനെയായി നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എനിക്ക് ഇവർ ചെറുപ്പത്തായിരിക്കുമ്പോൾ ഈ വെള്ളം എടുത്തിട്ട് കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ഇത് കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ. ചോറ് കൊടുക്കാൻ നേരത്ത് മാളുവിനായാലും വിഷ്ണുവിനായാലും പിന്നെ എൻ്റെ നാത്തൂൻ്റെ പിള്ളേർക്കൊക്കെ അവർ മാറ്റി വയ്ക്കും ഇങ്ങനത്തെ ഈ സൂപ്പ്. നല്ല പിള്ളേർക്ക് നല്ല സത്തുള്ള സാധനം കേട്ടോ. പിന്നെ ഇപ്പം അവർക്ക് കറികളൊക്കെ കഴിക്കണ കാരണം കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ വാട്ടിയതൊക്കെ എല്ലാം കൂടെ ഈ കുക്കറിലിട്ട് യോജിപ്പിച്ച് പല തരത്തിലും ബീഫ് വയ്ക്കും, പല തരത്തിലും ബീഫ് വെക്കണവരുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം വെച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അധികം എരിവൊന്നുമില്ലാതെ നല്ല ടേസ്റ്റുള്ള കറി, പൊറോട്ടയ്ക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യല കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, എന്നാലും കറി നല്ല ടേസ്റ്റ് ഉണ്ട്, അതാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഉപ്പിട്ടിട്ട് മല്ലിയിലയും കുറച്ചിട്ടിട്ട് കുക്കർ അടച്ച് പിന്നെ ഞാനൊരു 3 വിസിലിട്ടു. അപ്പോൾ മൊത്തം 7 വിസിലാട്ടെ എനിക്ക് ഈ ബീഫ് വെന്ത് കിട്ടാനായിട്ട് എൻ്റെ കുക്കറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കുക്കറും പിന്നെ ഓരോ ഇറച്ചി അനുസരിച്ചിരിക്കും. വെന്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, തുറന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കൂടെ ഒരു മിക്സ് ഇട്ടിട്ട് പിന്നെയും കൂടെ ഞാനൊന്നും അതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 വിസിലിട്ട് ഞാൻ വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ അപ്പുറത്ത് ഞാൻ നെയ്ച്ചോറിന് വെള്ളം വെച്ചിരിക്കുകയായിരുന്നു. ഒരു തട്ടിക്കൂട്ടി നെയ്ച്ചോറായിരുന്നു കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ വെള്ളം നമ്മൾ ഒരു പാത്രത്തിന് അരിക്ക് 2 പാത്രം വെള്ളം വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, അതിലോട്ട് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടിയും പിന്നെ ഒരു പിടി കുഞ്ഞു പിടി മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കൂടെ നല്ലോണം തിളച്ച് വരുമ്പോൾ അരിയിട്ട് കൊടുത്ത് നമുക്ക് പിന്നെ ദമ്മയില കേട്ടോ. പിന്നെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ദമ്മയെ വെച്ച സമയത്ത് ഇതിൻ്റെ ഈ സിമ്പിൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആണെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല, സൗണ്ടൊക്കെ ഭയങ്കരമായിട്ടുണ്ട്, ക്ഷമിക്കണം കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഈ മല്ലിയിലയും പുതിനയും പച്ചമുളകൊക്കെ സ്റ്റോക്ക് ചെയ്യില്ല കേട്ടോ. കാരണം ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ഇടാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത്, കാരണം എനിക്ക് ഈ മല്ലിയില വേപ്പലയും ഇല്ലാതെ ഏതെങ്കിലും ഒരു കറി വെക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ വേപ്പലെങ്കിലും എനിക്ക് വേണം. ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും വേപ്പല എനിക്ക് വേണം. അടുത്ത ചേച്ചി പറഞ്ഞു, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാനൊന്നും ഇല പറിച്ച് താളിക്കാറില്ല. പക്ഷേ എനിക്കെന്താണെന്ന് അറിയാൻ വേപ്പല നല്ലോണം വേണം കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളകും എല്ലാം കൂടെ കഴുകിയിട്ട് ഫ്രഷ് ആക്കിയിട്ട് ഈ ബോക്സിൽ വെച്ച് കഴിഞ്ഞു. ആ ന്യൂസ് പേപ്പർ ഞാൻ വിരിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ആദ്യം ടിഷ്യൂ ഇല്ലായിരുന്നു, അത് കാരണം കൊണ്ട് ആ വെള്ളം വലിയാനായിട്ട് ന്യൂസ് പേപ്പർ അടിയിൽ വെച്ചത് കേട്ടോ. പിന്നെ ചേട്ടൻ കുറച്ച് കപ്പ കൊണ്ടുവന്ന്, ചേട്ടനോട് ഞാൻ പറഞ്ഞാണ് ഞാനും കൂടെ വീഡിയോ എടുക്കാൻ വരാമെന്ന്. ഇവിടെ ഒരു കൂട്ടുകാരൻ്റെ പറമ്പുണ്ട്, അവിടെ നിന്ന് കൊടുത്തതാട്ടോ കപ്പ, നല്ല കപ്പയാണ്. അപ്പോൾ ആ കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ബീഫ് നമ്മൾ മാറ്റി വെച്ചത്. പിന്നെ ഇത് ക്ലീൻ ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ സ്റ്റോർ ചെയ്യില്ല കേട്ടോ പണി. കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പില്ല, നമുക്കൊരു ചമ്മന്തി അരക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എടുക്കൽ, ആ ഇഞ്ചിയുടെ മണ്ണിൽ നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കേണ്ട. ഇതിന്ന് 2 കഷ്ണം എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കറിയോ എന്ത് വേണമെങ്കിലും ആക്കാം. അതിനാണ് ഈ ഫ്രിഡ്ജിൻ്റെ ആവശ്യം കേട്ടോ. ചിലവർ, എൻ്റെ മാമൻ എപ്പോഴാണ് അവർ ഫ്രിഡ്ജ് മേടിച്ചത്, അവർ ചോദിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ആവശ്യമേ ഞങ്ങൾക്കില്ല, എന്തിനാണ് ഈ ഫ്രിഡ്ജ്, ഒരു 10 രൂപേൻ്റെ മല്ലിയില വെക്കാനാണോ ഈ ഫ്രിഡ്ജെന്ന്. ഫ്രിഡ്ജിൻ്റെ ആവശ്യമുള്ളത് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് അവർ. പക്ഷേ അപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞാണ്, 2 ആളും ജോലിക്ക് പോണവരാണ്. എന്നാലും ഫ്രിഡ്ജിൻ്റെ യൂസ് എന്താണെന്ന് ഇപ്പോഴും അവർക്ക് അറിയില്ല. കാരണം ഇപ്പോഴാട്ടോ മേടിച്ചത്, ഒരു 2 ആഴ്ച 3 ആഴ്ച എങ്ങാണ്ട് ആയിട്ടുള്ളൂ ഫ്രിഡ്ജ് മേടിച്ചിട്ട്. അപ്പോൾ ഫ്രിഡ്ജ് ടൂർ ഇടാം, ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തിനാണ് ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യാം അതിനനുസരിച്ചിട്ട്. പിന്നെ ഞാൻ ദമ്മിടാൻ പോകാം കേട്ടോ. കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തു, പിന്നെ പൈനാപ്പിൾ എസൻസും കൂടെ ഇട്ടിട്ട് ദമ്മ ചെയ്യാൻ വെക്കലാട്ടോ. അപ്പോൾ അടിപൊളി സ്മെല്ലായിരുന്നു, നല്ല സ്മെല്ലായിരുന്നു.
മൂക്കടച്ചിട്ടും നല്ല സ്മെല്ല്. ഞാൻ കിതയ്ക്കുന്നുണ്ട്, അണയ്ക്കുന്നൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചിട്ട് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ചുമ വരുന്നുണ്ട്. പിന്നെ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ വീഡിയോ ഇങ്ങനെ ഒരു നഷ്ടപ്പെട്ട കാരണം, വാച്ചിങ് അവർ എനിക്ക് പോയ കാരണം വീഡിയോ 300 ദിവസത്തിൽ 4000 വാച്ചിങ് അവർ ആക്കണം. അത് കാരണം കൊണ്ട് മാത്രം ഞാൻ മുടങ്ങാതെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പി, പപ്പടം, പിന്നെ വെളുത്തുള്ളി അച്ചാറും സലാഡ് കുറച്ചെടുത്തുള്ളൂ, തൈര് ജലദോഷമായ കാരണം കുറച്ചെടുത്തുള്ളൂ. നമുക്ക് ബിരിയാണി ആകുമ്പോൾ പിന്നെ അത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത സംഭവമായ കാരണം കുറച്ച് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ബീഫ് കറിയും, നല്ല അടിപൊളി കറിയും അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ റെസിപ്പി വ്യക്തമായിട്ട് വേണമെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ ഇട്ടുതരാം. നമ്മുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ മഴയൊക്കെയാണ്, നാളെ മോൾക്ക് സ്കൂൾ തുറക്കും, +1കാർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ. അമ്മ കഴിക്കണമെന്ന്